സ്നേഹവന്ദനം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വേദഭാഗം, ധ്യാനിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യമാണ്. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ലെറ്റ് എനി വൺ വിത്ത് ഇയേഴ്സ് ലിസൺ. ഈ വിഷയത്തിൻ്റെ 3 തലങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയും അത് എപ്രകാരം ഈ നിനുവാ നോമ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിലയിരുത്തുകയും ചെയ്യുകയാണ് ഇവിടെ. നമ്മൾ അതിൻ്റെ 2 ഘട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. 1-ാമത്തെ ഘട്ടം നമ്മളുടെ കേൾവി എന്ന ഘട്ടമാണ്. നല്ലതുപോലെ കേൾക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം? അതിന് അനിവാര്യമായ 5 ഘട്ടങ്ങൾ ഓർമ്മിപ്പിച്ചു. 1, നല്ലതുപോലെ കേൾക്കണമെങ്കിൽ നമ്മൾ ലഭിച്ചതിൽ തൃപ്തരാകണം. നമ്മുടെ വിഭവങ്ങൾ, നമ്മുടെ കയ്യിലുള്ളത്, നമ്മുടെ മുൻപിലുള്ളത്, നമ്മൾ ഒരു ദിവസം ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഏറ്റവും പരിമിതമായി ഓരോ കാര്യത്തിലും വളരെ ശ്രദ്ധയും താല്പര്യവും തൃപ്തിയും ഉണ്ടാകണം. 2, തൃപ്തിയോടുകൂടി ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഇടങ്ങൾ, ആ ഇടങ്ങളിൽ ഏതെങ്കിലും ഒരു നല്ല സ്ഥലം നമ്മൾ കണ്ടെത്തി മൗനത്തിലേക്ക് പ്രവേശിക്കണം. ഇൻറ്റൻഷണൽ ക്വയറ്റ് സ്പേസ് നമുക്കുണ്ടാകണം. അങ്ങനെ ശാന്തമായി ക്വയറ്റ് സ്പേസ് ഉണ്ടായി അവിടെ മെഡിറ്റേറ്റീവായിട്ടിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദത്തെ തിരിച്ചറിയുവാൻ ശ്രമിക്കും. ലോകത്തിൻ്റെ ശബ്ദമുണ്ട്, ലോകത്തിൻ്റെ ശബ്ദമല്ല, ദൈവത്തിൻ്റെ ശബ്ദം, അത് തിരിച്ചറിയുവാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ സവിശേഷത നമുക്ക് കാണാം. അത് മൃദുസ്വരമാണ്, വലിയ ശബ്ദമയമല്ല, നോയ്സി അല്ല, അത് വിസ്പറിംഗ് ആണ്, സ്റ്റിൽ വിസ്പറിംഗ് വോയിസ് ആണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദത്തെ തിരിച്ചറിയുവാൻ നമുക്ക് ഡിസേൺമെൻറ്റ് ആവശ്യമാണ്. ഡിസേൺമെൻറ്റ്, അപ്പോൾ നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഡിസേൺമെൻറ്റ്, വിവേചന ശക്തി അല്ലെങ്കിൽ വിവേചന ബുദ്ധി നമ്മൾ നേടിക്കഴിഞ്ഞിട്ട് ശരിയേത് തെറ്റേത്, ദൈവത്തിൻ്റെ ശബ്ദമേത്, ലോകത്തിൻ്റെ ശബ്ദമേതെന്ന് നമ്മളിങ്ങനെ ഡിസേൺ ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. പതുക്കെ നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും. ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത അത് ഹൃദയത്തോട് സംസാരിക്കുന്നതാണ്. അത് കാതിൽ കൂടി കേട്ടു ഹൃദയത്തോട്, ഫ്രം ഇയേഴ്സ് ടു ഹാർട്ട്, ഹൃദയത്തിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ ഹൃദയത്തോട് സംസാരിക്കുന്ന ശബ്ദം നമ്മളിങ്ങനെ കേൾക്കാൻ തുടങ്ങും. ഹൃദയത്തോട് സംസാരിക്കുന്ന ശബ്ദം ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും നമുക്കൊത്തിരി പ്ലാനുണ്ട്, പക്ഷെ നമ്മുടെ പ്ലാനുകളല്ല, ദൈവത്തിൻ്റെ പദ്ധതികൾ, അത് നടപ്പിലാകട്ടെ എന്ന താല്പര്യം, സമർപ്പണം, സറണ്ടറിങ് നമുക്കുണ്ടാകും. അപ്പോൾ ഇങ്ങനെ കേൾവിയുടെ തലം, ഇങ്ങനെ കേട്ട കാര്യം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു, ഹൃദയത്തിലേക്ക് വരുന്നു. ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന ഭാവം, 1, നമ്മൾ തിരിച്ചറിയുകയാണ് നമുക്ക് പലവിധത്തിലുള്ള പ്രതിസന്ധികളുണ്ട്, മിസ്റ്റേക്കുകളുണ്ട്, ബലഹീനതകളുണ്ട്, ദുർബലതകളുണ്ട്. നമ്മൾ വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. സോ വി ആർ പ്രോൺ ടു മേക്ക് മിസ്റ്റേക്സ്. നമുക്ക് കുറവുകളുണ്ട്. ദൈവമേ, ഞങ്ങൾ ബലഹീനരായ മനുഷ്യരാണേ, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചറിയും നമുക്ക് സെൽഫിഷ്നെസ് ഉണ്ട്. എൻ്റേത്, എനിക്ക് പ്രിയപ്പെട്ടത്, ചിലപ്പോൾ ചിലർക്ക് അധികാരമാകാം, ചിലർക്ക് കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ നേട്ടങ്ങളാകാം, നമ്മുടെ കരിയർ ഗ്രോത്ത് ആകാം. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമുക്ക് ചില സെൽഫിഷ് മോട്ടീവ്സ് ഉണ്ട്. അപ്പോൾ സെൽഫിഷ്നെസ്സിനെ മാറ്റിവെക്കുന്നു. ഈ സെൽഫിഷ്നെസ് ഉണ്ടാകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മുൻവിധികളാണ്, പ്രിജുഡൈസസ് ആണ്. അങ്ങനെ മുൻവിധികളെ നമ്മൾ മാറ്റിവെക്കുന്നു. റേസിസവും കളറിസവും നാഷണലിസവും ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മളൊന്ന് മാറ്റിവെക്കുന്നു. ബാഹ്യമായ ഒരു പ്രകടനാത്മകമായ തലമല്ല, ആന്തരികമായ തലം നമുക്കുണ്ടാകുന്നു. സാവധാനം നമ്മൾ തിരിച്ചറിയുന്നു നമുക്ക് ഈഗോയുണ്ട്, അഹംഭാവമുണ്ട്. ഞാൻ വലുതാണ്, ഞാൻ ശ്രേഷ്ഠനാണ്, ഞാൻ മഹാനാണ്, എല്ലാവരേക്കാൾ മിടുക്കുള്ളവനാണ് എന്ന ചിന്തയോടുകൂടി പ്രൈഡും ഈഗോയും നമ്മുടെ ഉള്ളിലേക്ക് വരും. ഹമ്പിളായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ സാവധാനം ദൈവത്തിൻ്റെ പ്ലാനുകൾ നിർവഹിക്കുവാൻ സമർപ്പിതരാകും. ദൈവത്തിൻ്റെ പ്ലാനുകളെക്കുറിച്ച് കേട്ടു, പക്ഷെ അതിൻ്റെ 2ാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ പ്ലാനുകൾ നിർവഹിക്കുവാൻ നമ്മൾ സമ്പൂർണമായിട്ട് സമർപ്പിതരാകും. അപ്പോൾ ഇങ്ങനെ കേൾവി, അതിൻ്റെ മനസ്സിലാക്കൽ, ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ഈ 2 കാര്യങ്ങൾ നമ്മൾ കേട്ടു. കർത്താവിൻ്റെ ആ ഒരു പ്രഘോഷണം, കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ കർത്താവ് ചുമ്മാതങ്ങ് കേൾക്കുക എന്നുള്ള അർത്ഥത്തിലല്ല,
മറിച്ച് കേൾക്കുന്നത് തന്നെ നമുക്ക് ചിട്ടയുള്ളതാകണം. ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെ മാറിയ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായി നമ്മൾ മാറിക്കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന മൂന്നാമത്തെ തലമാണ് പ്രവൃത്തിയുടെ തലം, ആക്ഷൻ. അപ്പോൾ ആ പ്രവൃത്തിയുടെ തലത്തിലേക്ക് എപ്രകാരം അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് ഇപ്പോൾ ധ്യാനിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ 2 ഘട്ടങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ലെറ്റ് എനി വൺ വിത്ത് ഇയേഴ്സ് ലിസൺ. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പ്രോപ്പർ ലിസണിങ് ആണ്. ലിസണിങ്ങിന് ശേഷം നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ തലത്തിലേക്ക് വരികയാണ്. അത് ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളുന്നതിൻ്റെ തലത്തിൽ വന്നു. ഹൃദയത്തിൻ്റെ തലത്തിൽ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ നമ്മൾ ട്രാൻസ്ഫോംഡ് ആയിട്ട് ഇത് ആക്ച്വലൈസേഷനിലേക്ക് കൊണ്ടുപോകുവാൻ താല്പര്യപ്പെടും. അപ്പോൾ അങ്ങനെ അത് ആക്ഷനിലേക്ക്, പ്രാക്ടീസിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ നിർവഹിക്കേണ്ടുന്ന 5 തലങ്ങൾ നമുക്കിന്ന് ധ്യാനിക്കാം. ഒന്നാമത്തെ തലം, ഫ്രം നോവിങ് ടു ഡൂയിങ്. നമുക്ക് അറിവുള്ള കാര്യം, നമ്മൾ മനസ്സിലാക്കിയ കാര്യം പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരണം. ഫെയ്ത്ത് ഇൻ ആക്ഷൻ. നമുക്ക് വിശ്വാസമുണ്ട്, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രാപ്തിയുണ്ട്, പക്ഷെ നമ്മളത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരണം. എന്നാൽ ഇന്ന് സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് പെർഫോമൻസ് ആക്ടിവിസമാണ്. എല്ലാവരും അനവധിയായ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നമുക്കിത് ചെയ്യുവാൻ താല്പര്യമില്ല. നമ്മൾ വചനം കേൾക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, അത് പ്രഘോഷിക്കുന്നുണ്ട്, പക്ഷേ നമുക്കത് ഇന്നത്തെ ഒരു ജീവിത സാഹചര്യങ്ങളിൽ അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയുന്നില്ല. എന്നാൽ പ്രവൃത്തിപഥത്തിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടുന്നതുണ്ട്. കർത്താവിൻ്റെ സുവിശേഷങ്ങളിലെ അനുഭവങ്ങൾ അത് നമുക്ക് കൃത്യമായിട്ട് ഇത് വ്യക്തമാക്കി തരുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ഒരുവനോട് പറയുന്നു, ഒരു ഉപമ പറയുന്നു. ആ ഉപമയിൽ ഒരു പിതാവ് തൻ്റെ മക്കളോട് പറയുകയാണ്, തോട്ടത്തിലേക്ക് പോവുക. ഒരുവനോട് പറയുമ്പോൾ അവൻ പറയുന്നു, ഞാനിപ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നില്ല. അങ്ങനെയുള്ളവരുണ്ട്. കേട്ടു, നല്ല റെസ്പോൺസും കൊടുത്തു, പക്ഷേ പ്രതികരിക്കുന്നില്ല. യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാരിൽ പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, മറ്റുള്ളവരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. പക്ഷെ കുരിശിൻ്റെ ചുവട്ടിൽ നാം പത്രോസിനെ കാണുന്നില്ല. വാഗ്ദാനമുണ്ട്, പ്രവൃത്തിയില്ല. നമ്മുടെ കുടുംബജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ വരും. വാഗ്ദാനങ്ങളുണ്ട്. നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുമ്പോൾ എത്ര മനോഹരമായ വാഗ്ദാനങ്ങളാണ് നൽകുന്നത്, പക്ഷേ അത് ആക്ച്വലൈസേഷനിലേക്ക് വരുന്നില്ല. നമ്മുടെ എന്തെങ്കിലുമൊക്കെ കമ്മിറ്റികൾ നടക്കുമ്പോൾ, മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ അഭിപ്രായം പറയാൻ ആളുണ്ട്, പക്ഷെ പ്രവൃത്തിയിലേക്ക് എത്തുമ്പോൾ ആളില്ലാത്ത തലം. അപ്പോൾ കർത്താവ് തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമുക്ക് ഈ കേൾക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാകണം. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, സെയിന്റ് മാത്യു ചാപ്റ്റർ 5:16. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട്, കർത്താവ് ഇവിടെ നിങ്ങളുടെ നല്ല വാക്കുകളെ കേട്ട് എന്നല്ല, നല്ല പ്രവൃത്തികളെ കണ്ട് പ്രവൃത്തി ചെയ്യണം. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നോക്കൂ, നമുക്കിത് ആക്ച്വലൈസേഷനിലേക്ക് കൊണ്ടുവരണം. ഗിരിപ്രഭാഷണം അവസാനിക്കുമ്പോൾ, സെർമൺ ഓൺ ദ മൗണ്ട്, അത് അവസാനിക്കുമ്പോൾ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. 2 തരത്തിലുള്ള വീടുകളുണ്ട്. ഒന്ന് പാറപ്പുറത്ത് പണിതിരിക്കുന്ന വീട്, ഒന്ന് മണലിൽ പണിതിരിക്കുന്ന വീട്. ഈ 2 വീടുകൾക്കും മേലുണ്ടാകുന്ന പ്രതിസന്ധി ഒരേ പ്രതിസന്ധി തന്നെയാണ്. പക്ഷെ ഒരെണ്ണം നിലനിൽക്കും, ഒരെണ്ണം വീണുപോകും. പാറപ്പുറത്ത് പണിതിരിക്കുന്ന വീടിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് കർത്താവ് പറയുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം, സെയിന്റ് മാത്യു ചാപ്റ്റർ 7:24. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും, എൻ്റെ ഈ വചനങ്ങളെ കേൾക്കുന്നവൻ എന്നല്ല, കേട്ട് ചെയ്യുന്നവൻ, അതിനാണ് കർത്താവ് ഫോക്കസ് കൊടുക്കുന്നത്. പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങളെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 46-ാമത്തെ വാക്യം, സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 6:46. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? നിങ്ങൾ എന്നെ ലോഡ് ലോഡ് എന്ന് എപ്പോഴും വിളിക്കുന്നുണ്ട്,
പക്ഷേ ഞാൻ പറഞ്ഞത് ചെയ്യുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. അത് എന്തൊരു വൈരുദ്ധ്യമാണ് എന്ന് കർത്താവ് ചോദിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം കേട്ടാൽ അത് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ അത് നല്ല വചനം, ഓക്കെ ഗുഡ്, ഇനി കിടന്നുറങ്ങാം എന്നല്ല, അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുവാൻ നാം ശ്രമിക്കേണ്ടുന്നതുണ്ട്. അതുകൊണ്ട് ഇതൊരു പ്രാർത്ഥനയായിട്ട് രൂപപ്പെടുത്തിയാൽ, കർത്താവെ, നല്ല ആശയങ്ങൾ, നല്ല പാഠങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ട്, അത് പറയാറുമുണ്ട് ഞങ്ങൾ. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ, ഫെയ്ത്ത് ഇൻ ആക്ഷൻ എന്ന തലത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. 2, നമ്മളിങ്ങനെ ചെയ്യാൻ തുടങ്ങുകയാണ്. ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രതിസന്ധി, നമുക്ക് ചിലയിടങ്ങളിൽ മാത്രമാണ് ഇത് ചെയ്യാൻ താല്പര്യം. നമ്മുടെ വീട്ടിൽ ചെയ്യാൻ താല്പര്യമായിരിക്കും, പക്ഷെ പള്ളിയിൽ പോയി ചെയ്യാൻ താല്പര്യം കാണത്തില്ല. ചിലത് പള്ളിയിൽ ചെയ്യാനാണ് താല്പര്യം, വീട്ടിൽ ചെയ്യാൻ താല്പര്യം കാണത്തില്ല. എന്നാൽ ആക്ട് ഇൻ സെയിം വേ എവരിവെയർ, എല്ലാ ഇടങ്ങളിലും ഒരേ മനസ്സോടെ നമ്മൾ ഇത് ചെയ്യേണ്ടുന്നതുണ്ട്. സത്യസന്ധത നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കും, പക്ഷെ നമുക്ക് ഓഫീസിൽ ചെയ്യാൻ താല്പര്യമില്ല. ഭംഗിയായിട്ട് കുരിശ് വരയ്ക്കണമെന്ന് ഭവനത്തിൽ വെച്ച് പറയും, പക്ഷെ നമ്മളൊട്ട് വൃത്തിയായിട്ട് കുരിശ് വരയ്ക്കത്തില്ല. നമ്മൾ നല്ലതുപോലെ നോമ്പ് നോക്കണം, അത് നല്ലതാണെന്ന് തലമുറകളോട് പറയും, പക്ഷെ നമ്മൾ നോമ്പ് നോക്കത്തില്ല. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കണേ മക്കളെ എന്ന് നമ്മൾ പറയും, പക്ഷെ നമുക്ക് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല. ദൈവവചനം വായിക്കുന്നത് നല്ലതാണെന്ന് നമ്മൾ എല്ലാവരോടും പറയും, പക്ഷെ ദൈവവചനം നമ്മൾ വായിക്കത്തില്ല. നമ്മൾ പറയും സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്, ഈ ഫേസ്ബുക്കും വാട്സാപ്പും ഇൻ്റർനെറ്റും ഒക്കെ ഇച്ചിരി ഒന്ന് കുറച്ചേ എന്ന് നമ്മൾ എല്ലാവരോടും പറയും, പക്ഷെ നമ്മൾ ഇതിനകത്ത് അഡിക്ഷൻ ഉള്ളവരാണ്. അപ്പോൾ വീട്ടിലൊന്ന് പള്ളിയിലൊന്ന് എന്ന തലം നമുക്കുണ്ട്. നമ്മൾ പറയും എല്ലാവരെയും ബഹുമാനിക്കണം, പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവരെ പലപ്പോഴും നമ്മൾ ബഹുമാനിക്കത്തില്ല. പബ്ലിക് സ്പേസിൽ പോയാൽ നമ്മൾ അവരോട് പ്ലീസ്, താങ്ക് യു, നന്ദി എന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവരോട് നമ്മൾ നന്ദി പറയത്തില്ല. അങ്ങനെ നമുക്ക് ഓൺലൈൻ ഓഫ്ലൈൻ ജീവിതമുണ്ട്. നമുക്ക് എല്ലാ ഇടങ്ങളിലും ഒരുപോലെ പ്രതികരിക്കാൻ കഴിയുന്നില്ല. നമ്മൾ പള്ളി വന്നാൽ വളരെ മാന്യന്മാരാണ്, ഒരു ബഹളമില്ല, വളരെ ശാന്തത. പക്ഷെ വീടിനുള്ളിൽ കയറി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ടെററിസ്റ്റുകളായിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. നമുക്ക് വളരെ ശ്രദ്ധയുണ്ടാകണം. നോക്കൂ, തിരുവചനം ചിലരെയൊക്കെ നമുക്ക് മുമ്പാകെ ചിത്രീകരിക്കുന്നുണ്ട്. ഒരു വ്യക്തി ജോസഫാണ്. ജോസഫ് സ്വന്തം പിതാവിൻ്റെ ഭവനത്തിലായിരിക്കുമ്പോഴും, കുഴിയിൽ കിടക്കുമ്പോഴും, കൊട്ടാരത്തിൽ ചെല്ലുമ്പോഴും, തടവിൽ ചെല്ലുമ്പോഴും എപ്പോഴും ഒരേ ഭാവമാണ്. ദൈവത്തെ സ്തുതിക്കുന്നു, എല്ലാവരെയും ആദരിക്കുന്നു, പൊതുവിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ കൊട്ടാരത്തിലായിരിക്കുമ്പോഴും സിംഹത്തിൻ്റെ ഗുഹയിലായിരിക്കുമ്പോഴും ഒരേപോലെ ദൈവത്തെ നമസ്കരിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്നാൽ ഇപ്രകാരം ചെയ്യാത്ത മനുഷ്യനുമുണ്ട്. ഉദാഹരണം ഹെരോദാവ് രാജാവാണ്. വിജ്ഞാനികളായ മനുഷ്യർ, വിദ്വാൻമാർ, മജായി, അവർ കടന്നു വരുമ്പോൾ ഹെരോദാവ് പറയുന്നത്, നിങ്ങൾ എന്നോട് പറയണം എവിടെയാണ് ശിശു ജനിച്ചത് എന്ന്, എനിക്കും വന്ന് ആ ശിശുവിനെ ഒന്ന് ആരാധിക്കണം. ഇങ്ങനെ പറയുന്ന ഹെരോദാവ് തൊട്ട അടുത്ത് തന്നെ ചെയ്യുന്നത് എന്താണ്? ഇങ്ങനെയുള്ള കുഞ്ഞിനെ കൊന്നു കളഞ്ഞിരിക്കണം. നോക്കൂ, എത്ര വിരുദ്ധമായ നിലപാടാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന മനുഷ്യരോട് നമ്മൾ വളരെ പഞ്ചാര വാക്കുകൾ പറയും. അയ്യോ നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു എന്ന് നമ്മൾ പറയും. അങ്ങോട്ട് മാറിക്കറിഞ്ഞു വീഴാൻ, പോരായിരുന്നു, കൊള്ളത്തില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിരുദ്ധമായ സ്വഭാവങ്ങൾ നമ്മുടെ തലമുറകൾ അത് കാണുകയാണ്. നമുക്കിങ്ങനെ വിരുദ്ധമായ, തികച്ചും ഒപ്പോസിറ്റായിട്ടുള്ള ഒരു ജീവിതശൈലി നമുക്കുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 23. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. ദൈവം നമ്മെ കാണുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ദൈവം കാണുന്നുണ്ട് എന്ന ബോധ്യത്തിൽ അത് ദൈവസന്നിധിയിൽ ചെയ്യുന്നതാണ് എന്ന ചിന്തയിൽ, ധാരണയിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ വാക്കുകൾ അത് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കുകൾ മനുഷ്യരെ വളർത്തുന്നതാകണം, ബലപ്പെടുത്തുന്നതാകണം. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം. എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 29. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടുന്നതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. നോക്കൂ, എല്ലാ ഇടങ്ങളിലും ഇൻ്റഗ്രിറ്റിയോടുകൂടെ ജീവിക്കുക.
നമ്മൾ പൊതു ഇടത്തേക്ക് വരുമ്പോഴത്തേക്കിനും വളരെ മാന്യന്മാരും നോബിളുമായിട്ട് ബിഹേവ് ചെയ്യും. പക്ഷെ നമ്മുടെ വീടിനുള്ളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ എത്ര മോശമായിട്ടാണ് പലപ്പോഴും പെരുമാറുന്നത്. അതുകൊണ്ട് കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന കർത്താവിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ മുഴങ്ങണം. ഒരു ശിഷ്യൻ എല്ലായിടങ്ങളിലും ഒരുപോലെ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടുന്നവരാണ്. ദൈവികമായ വിധത്തിൽ പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ടുന്നവരാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് രണ്ടാമത്തെ പ്രാർത്ഥനയായിട്ട് പറയുവാനുള്ളത്, കർത്താവെ, ജീവിതത്തിൽ സത്യസന്ധതയുള്ളവരായി, ഇൻ്റഗ്രിറ്റി ഉള്ളവരായി ഞങ്ങളെ മാറ്റണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 3, നമ്മൾ കേട്ടു, ഹൃദയത്തിൽ ഉൾക്കൊണ്ടു, മാറി നമ്മളത് പ്രവർത്തിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു എല്ലാ ഇടങ്ങളിലും ഒരേപോലെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെ എല്ലാ ഇടങ്ങളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ നമ്മൾ ചിന്തിക്കുമ്പം നമുക്കിതെല്ലാം കൂടെ ഒരു നിമിഷം പെട്ടെന്നൊന്നും ചെയ്യാനൊക്കത്തില്ല. ഉദാഹരണത്തിന് നമ്മുടെ സ്പിരിച്വാലിറ്റി നമ്മൾ ചിന്തിക്കുകയാണ്, നല്ല ആത്മീക ജീവിതം നമുക്ക് വേണം. ഒരു ദിവസം രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങ് പെട്ടെന്ന് സ്പിരിച്വാലിറ്റിയുടെ അറ്റത്തേക്ക് നമുക്ക് പോകാനൊക്കത്തില്ല, അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകാനൊക്കത്തില്ല. സ്മോൾ സ്റ്റെപ്സ് നമ്മൾ എടുക്കണം. ഉദാഹരണത്തിന് കുരിശ് വരയ്ക്കുന്നു, നല്ലതുപോലെ കുരിശ് വരയ്ക്കുക. നമ്മൾ ആ കുരിശ് വരയ്ക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കി മെല്ലെ ഭംഗിയായിട്ട് കുരിശ് വരയ്ക്കാൻ ശ്രമിക്കുക. ഇപ്പം നമ്മൾ വരയ്ക്കും, പക്ഷെ ചിലയിടങ്ങളിൽ പോകുമ്പോൾ നമ്മൾ അശ്രദ്ധമായിട്ട് ചുമ്മാ അങ്ങ് കുരിശ് വരയ്ക്കും. മെല്ലെ 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 നമ്മൾ ആ കാര്യത്തെ ശ്രദ്ധിക്കുമ്പോൾ, ചെറിയ ഒരു കാര്യം ഭംഗിയാക്കുമ്പോൾ നമുക്ക് കൂടുതൽ മികവുണ്ടാകും. ഉദാഹരണത്തിന് നമ്മൾ വേദപുസ്തകം വായിക്കുന്നു, എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കണമെന്ന് തീരുമാനിക്കുന്നു, താല്പര്യപ്പെടുന്നു. ആദ്യ ദിവസമേ കയറി നമ്മൾ 20 അധ്യായം വായിക്കാൻ പോയാൽ ചിലപ്പോൾ നടന്നു വരത്തില്ല. ചെറുതായിട്ട് ഒരു ചെറിയ പാസേജ് നിർബന്ധ ബുദ്ധിയോടുകൂടി 5 minutes ചെലവിട്ട് ഒരു ചെറിയ പാരഗ്രാഫ് നമ്മൾ വായിക്കുന്നു, ചെറിയ ഒരു ഇൻസിഡൻറ്റ് വായിക്കുന്നു, അല്ലെങ്കിൽ ഒരു അധ്യായം വായിക്കുന്നു. ദെൻ ഇറ്റ് ഈസ് മീനിങ് ഫുൾ. നമ്മുടെ ലിറ്റർജിയിൽ ശ്രദ്ധിക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് എല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയത്തില്ല. ഈവനിങ് പ്രയറിൽ ശ്രദ്ധിക്കുന്നു, മോർണിംഗ് പ്രയറിൽ ശ്രദ്ധിക്കുന്നു. അപ്പോൾ ആ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചൊല്ലാൻ താല്പര്യപ്പെടുന്നു. നമുക്ക് വലിയ മാറ്റമാണ് ഉണ്ടാവുക. യൂക്കറിസ്റ്റ്, വിശുദ്ധ കുർബാനയ്ക്കായി നമ്മൾ കടന്നു വരുമ്പോൾ കുർബാനയുടെ ഒരുക്കം, നമുക്ക് ഫാസ്റ്റിംഗ് ഒന്ന് ചിട്ടപ്പെടുത്താം. ഫാസ്റ്റിംഗ് ചിട്ടപ്പെടുത്തി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ യാമ നമസ്കാരങ്ങൾ നമുക്കൊന്ന് ചിട്ടപ്പെടുത്താം. യാമ നമസ്കാരങ്ങളും ഫാസ്റ്റിങ്ങും ആയല്ലോ ഇപ്പം. ഇനി നമുക്ക് റിപ്പൻറ്റൻസിൻ്റെ സാംസ്, അനുതാപത്തിൻ്റെ സങ്കീർത്തനങ്ങളൊന്നും ചൊല്ലാം. അപ്പോൾ കുറച്ചുകൂടെ പ്രിപ്പറേഷനായി. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് രഹസ്യ പ്രാർത്ഥനകൾ ഉണ്ട്, ആ രഹസ്യ പ്രാർത്ഥനകളോട് എന്ന് ചൊല്ലുന്നു. അപ്പോൾ ഇച്ചിരിയുടെ പ്രിപ്പറേഷനായി. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേജിൽ കൂടി നമുക്കിത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജസും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ ഒതുങ്ങി നിൽക്കുകയാണ്. ആ കംഫർട്ട് സോണിൽ നിന്നും ഒന്ന് മാറുന്നു. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഇപ്രകാരമുള്ളതാകണം. ചെറിയ ചുവടുകൾ, സ്മോൾ ആക്ഷൻസ്. ആ സ്മോൾ ആക്ഷൻസ് വിൽ ലീഡ് ടു ബിഗ് ചേഞ്ചസ്. വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുവരുന്നു. ഒരു ഇടവകയിൽ ഒരാൾ തീരുമാനിക്കുന്നു, ഞാനിന്ന് നല്ലതുപോലെ ആരാധനയിൽ പങ്കെടുക്കാം. അയാൾ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അയാളുടെ വീട്ടിലുള്ളവർ മാറുന്നു. അയാളുടെ വീട്ടിലുള്ളവർ മാറുമ്പോൾ തൊട്ട് നെയ്ബർഹുഡിലുള്ളവർ ഒന്ന് മാറുന്നു. അവർ മാറിക്കഴിയുമ്പോൾ ഇടവക ഒന്നായി രൂപാന്തരത്തിലേക്ക് കടന്നു വരുന്നു. കർത്താവിൻ്റെ അപ്രോച്ചും ഇത് തന്നെയാണ്. സ്മോൾ സ്റ്റെപ്സാണ് കർത്താവ് എടുപ്പിക്കുന്നത്. പെട്ടെന്ന് എല്ലാം കൂടെ എടുക്കാൻ പറയുന്നില്ല. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ, പബ്ലിക് മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എല്ലാം കൂടെ ശിഷ്യന്മാരെ പരമേൽപ്പിച്ചില്ല. സാവധാനം അവരെ പഠിപ്പിച്ച്, അവരെ തിരുത്തി, അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി, ചിലപ്പോഴൊക്കെ അവർ വീണുപോകുമ്പോൾ അവരെ എഴുന്നേൽപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. റിസറക്ഷന് ശേഷമുള്ള കർത്താവിനെ നോക്കിയേ. റിസറക്ഷന് ശേഷമുള്ള കർത്താവ് ഒറ്റ ദിവസം കൊണ്ട് ശിഷ്യന്മാരെ എല്ലാവരെയും കണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി പോവുകയല്ല. ഗ്രാജുവലി അവരുടെ അരികിൽ എപ്പോഴും സാന്നിധ്യം ഉറപ്പിച്ച് 40 days സാന്നിധ്യം ഉറപ്പിച്ച് സമാധാനത്തോടിരിപ്പീൻ എന്ന് പറഞ്ഞ് മെല്ലെ 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 ശക്തീകരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ശിഷ്യന്മാർ പലവിധമായ ഉദ്യോഗങ്ങളിലേക്ക്, കാര്യങ്ങളിലേക്ക് പോകുമ്പോഴും അവരെയൊക്കെ വീണ്ടും വിളിച്ച് ചേർത്ത് റെസ്റ്റോർ ചെയ്ത് തന്നോട് ചേർത്ത് നിർത്തി കമ്മീഷൻ ചെയ്യുന്ന ക്രിസ്തുവിനെയാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മീഷൻ്റെ തലം നമ്മുടെ ഉള്ളിലുണ്ട്. സ്മോൾ സ്റ്റെപ്സ്, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ.
നമ്മൾ നയീൻ പട്ടണത്തിലെ വിധവയെ കാണുമ്പോൾ വിധവയോട് യേശുക്രിസ്തു ഒരു ചെറിയ വാക്കാണ് പറയുന്നത്. നയീൻ പട്ടണത്തിലെ വിധവയുടെ മകൻ മരിച്ചു. മകൻ മരിച്ചപ്പോൾ കർത്താവ് അവളുടെ അരികിലെത്തി, അവളുടെ വേദന കണ്ടു. കർത്താവ് മനസ്സലിഞ്ഞ്, ലൂക്ക് ചാപ്റ്റർ 7 വേഴ്സ് 13, കർത്താവ് അവളോട് മനസ്സലിഞ്ഞ് പറയുന്നത് കരയണ്ട. അവിടെ ഒരു തിയോളജിക്കൽ ഡിസ്കോഴ്സ് അല്ല അവൻ നടത്തുന്നത്, വലിയ വാചകമടിയല്ല നടത്തുന്നത്. എസ് വെരി സ്മോൾ വേർഡ്, കരയണ്ട, ഡു നോട്ട് വീപ്പ്. ഒരു ചെറിയ വാക്ക്, ആശ്വാസം. പക്ഷെ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മുടെ ഓരോ ചെറിയ വാക്കുകളും ഇത്തരത്തിൽ ഇമ്പാക്റ്റ്ഫുൾ ആണെന്ന് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നമുക്കത് മനസ്സിലാകേണ്ടുന്നതുണ്ട്. യായിറോസിൻ്റെ മകൾ മരിച്ചു. കർത്താവ് ഭവനത്തിലെത്തി, മകളെ ഉയർപ്പിച്ചു കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നത് ഇവൾക്ക് ഭക്ഷണം കൊടുക്ക്. ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സസ് 55, അവൾക്ക് ഭക്ഷണം കൊടുക്ക്. അതാണ് സുപ്രധാനം. ഒരാൾക്കൊരു ഗ്ലാസ് വെള്ളമായിരിക്കാം നമ്മൾ കൊടുക്കുന്നത്. അതുതന്നെയല്ലേ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ശിഷ്യസമൂഹത്തിൽ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഇടങ്ങളിലേക്ക് കടന്നു വരുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക. ആ വെള്ളം കൊടുക്കുന്നത് പോലും എത്ര ശ്രേഷ്ഠമാണ്, എത്ര അനുഗ്രഹീതമാണ്. ദൈവരാജ്യത്തിന് വേണ്ടി ഉള്ള നിങ്ങളുടെ ആ ചെറിയ പ്രവർത്തനം പോലും എത്ര മനോഹരമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് പ്രത്യേകിച്ചും സന്തോഷം കേരളത്തിൻ്റെ, ബാഹ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് ഈ കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലും നമ്മുടെ ഗൾഫിലും US-ലും ഓസ്ട്രേലിയയിലും UK-ലും ഒക്കെ പോയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, അവർക്ക് കിട്ടുന്ന ഒരു കഷ്ടപ്പാടിൻ്റെ വേദനയുടെ ഒരു ചെറിയ സമ്പാദ്യം, ഒരു ചെറിയ ഭാഗം, അത് സഭയ്ക്ക് എത്ര സന്തോഷത്തോടു കൂടി കൊടുത്തത് കൊണ്ടാണ് സഭ ഇത്രത്തോളം വളർന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ചെറിയ ചെറിയ കരുണയുടെ, കരുതലിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഇപ്പം ഞാനും സുവിശേഷ പ്രസംഗം നടത്തുന്നതിനൊക്കെ വേണ്ടി പല സ്ഥലങ്ങളിലുമൊക്കെ പോയപ്പോൾ എത്രയോ മനുഷ്യരുടെ സന്തോഷം, എത്രയോ മനുഷ്യരുടെ സ്വീകരണം, എത്രയോ ആളുകളുടെ ഭക്ഷണം, എത്രയോ ആളുകളുടെ ഭവനത്തിൽ താമസിക്കാനിടയായിട്ടുണ്ട്. ഇതൊക്കെ എത്ര വലിയ ബ്ലെസ്സിങ് ആണ്. നമ്മൾ അറിയാതെ, നമുക്ക് തീരെ പരിചയമില്ലാത്ത, ആദ്യമായി കാണുന്ന പലരും നമ്മളോട് കാണിച്ചിട്ടുള്ള സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, പ്രതികരണങ്ങളുടെ എത്ര മനോഹരമായ ഏടുകളാണ് ഇതോരോന്നും. നമ്മൾ രക്തസ്രവക്കാരി സ്ത്രീയെ കാണുന്നുണ്ട്. രക്തസ്രവക്കാരി, ഒരു സെക്കൻഡ്, നമ്മൾ രക്തസ്രവക്കാരി സ്ത്രീയെ കാണുന്നുണ്ട്. ഹെമറേജ് ബാധിച്ച ആ സ്ത്രീ, അവൾ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഇങ്ങനെ തൊട്ടു, സൗഖ്യം പ്രാപിച്ചു. കർത്താവ് അവളോട് പറയുന്നത്, അവൾ ഭയങ്കരമായിട്ട് ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ അവളോട് പറയുന്നത്, മകളെ സമാധാനത്തോടെ പോയിക്കൊള്ളുകയും. അവളെ പിടിച്ച് ഒരു വലിയ സാക്ഷ്യത്തിൻ്റെ പ്രകടനമായിട്ട് കർത്താവ് കാണുന്നില്ല, മറിച്ച് അവളോട് പറയുന്നത് പോയിക്കൊള്ളുകയും, സമാധാനത്തോടെ പോയിക്കൊള്ളുകയും. നമ്മൾ പറയുന്ന ചെറിയ വാക്കുകൾക്ക്, നമ്മുടെ ചെറിയ നോട്ടങ്ങൾക്ക്, നമ്മുടെ ചെറിയ പ്രോത്സാഹനങ്ങൾക്ക് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയും. നമ്മുടെ പള്ളിയിൽ ഒരു കുട്ടി നല്ലതുപോലെ തുബ്ദൈൻ വായിച്ചു, അല്ലെങ്കിൽ അവൻ ഒരു ഓൾട്ടർ അസിസ്റ്റൻ്റായിട്ട് മനോഹരമായിട്ട് നിന്നു. നമ്മൾ താഴോട്ട് അവൻ ഇറങ്ങി വരുമ്പോഴത്തേനും മോനെ ഗുഡ്, വെരി ഗുഡ് എന്ന് പറയുമ്പോൾ ആ പറയുന്ന ഇമ്പാക്റ്റ് അവൻ്റെ ജീവിതത്തിലുടനീളം മദ്ബഹായിലെ ശുശ്രൂഷയിൽ അതിന് സ്വാധീനം ചെലുത്തുവാൻ കഴിയും. നമ്മുടെ കുടുംബജീവിതത്തിൽ ഇപ്രകാരം തന്നെയാണ്. നമ്മളെല്ലാവരോടും താങ്ക് യുവും, എല്ലാവരോടും പ്ലീസും എക്സ്ക്യൂസും ഒക്കെ പറയും. നല്ലതായിരുന്നു, ഗുഡായിരുന്നു എന്ന് പറയും. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരോട്, നമ്മുടെ ഭവനത്തിലുള്ളവരോട്, നമ്മുടെ ജീവിത പങ്കാളിയോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട് ഒരു നന്ദി വാക്ക് പറയാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഓർമ്മിപ്പിക്കുന്നത്, നമുക്ക് കേട്ട കാര്യം ആക്ച്വലൈസേഷനിലേക്ക് കൊണ്ടുവരണം, അത് എല്ലായിടങ്ങളിലും കൊണ്ടുവരണം. നമുക്ക് വേണ്ടുന്നത് സ്മോൾ ആക്ഷൻസ്. ആ ചെറിയ പ്രവർത്തികൾക്ക് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിപ്പാൻ കഴിയും എന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ ഇങ്ങനെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യാന്ന് പറയുന്നത് അതൊരു കാരുണ്യത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. കർത്താവിനെ പോലെ ആയിത്തീരുവാൻ നമുക്കിടയാകേണ്ടതുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കണം, ദൈവമേ നിന്നെ പോലെ വളരെ ലളിതമായ കാര്യങ്ങളിൽ കൂടി പോലും അത്ഭുതങ്ങൾ സൃഷ്ടിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നാലാമത്,
നമ്മളിങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കും നമുക്ക് 100% പെർഫെക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാനൊക്കത്തില്ല. കർത്താവ് മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ളൂ, സിൻലെസ് ആയിട്ടുള്ളൂ. നമ്മൾ സാധാരണക്കാരായ മനുഷ്യരാ, ബലഹീനതയുള്ള കുറവുള്ള മനുഷ്യരാ. നമ്മൾക്ക് എഫിഷ്യൻസിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ 100% എഫിഷ്യൻ്റ് ആകണമെന്ന് ശ്രമിച്ചാൽ നടക്കത്തില്ല. പക്ഷെ നമുക്ക് വേണ്ടുന്നത് പ്രസൻസ് ആണ്. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹീതമായ സാന്നിധ്യമാവുക. എവിടെയാണോ, പള്ളിയിലാണോ, ചിലർ പള്ളിയിലോട്ട് വരുമ്പോഴത്തേക്കിനും ആ പള്ളിയിലുള്ളവർക്കെല്ലാം ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. ചിലർ ഒരു ഫാമിലി ഗ്യാതറിങ്ങിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും അവരുടെ പ്രസൻസ് കൊണ്ട് അവർ ശാന്തമായിട്ടായിരിക്കും നിൽക്കുന്നത്. അധികം വാചകമൊന്നും പറയത്തില്ല, അധികം കാര്യങ്ങളിൽ പ്രവർത്തിക്കത്തില്ല. പക്ഷെ വളരെ നിഷ്കളങ്കമായ അവരുടെ സാന്നിധ്യം കൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാകും, എല്ലാവർക്കും സംതൃപ്തിയാകും. അതുകൊണ്ട് വി ഹാവ് ടു ഫോക്കസ് പ്രസൻസ് ഓവർ എഫിഷ്യൻസി. ഇന്ന് എല്ലാവർക്കും എഫിഷ്യൻസിക്ക് വേണ്ടിയുള്ള താല്പര്യമാണ്. പക്ഷേ എഫിഷ്യൻസിയെക്കാളും നമുക്ക് വേണ്ടുന്നത് പ്രസൻസ് ആണ്. ബഥനിയിലെ മറിയ സൂചനയാണ്. ഇവിടെ ബഥനിയിൽ ലാസറിന്റെ സഹോദരിമാർ മാർത്തയും മറിയയും. അപ്പോൾ അവിടെ ഈ മാർത്ത വീട്ടിലെ കാര്യങ്ങളിലെല്ലാം ഇടപെട്ടിങ്ങനെ നിൽക്കുക. അപ്പം മറിയ കർത്താവിൻ്റെ പാദത്തിലിരുന്ന് ഇങ്ങനെ സംസാരിച്ച് കർത്താവിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ലൂക്ക് ചാപ്റ്റർ 10:14-41. അവിടെ കർത്താവ് മറിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെയാണ്: അവൾ തിരഞ്ഞെടുത്തത് ഏറ്റവും ഉചിതം, ചെറിയ അംശം. ആ ചെറിയ അംശത്തിൽ അവൾ ശ്രദ്ധിച്ചു, ഫോക്കസ്ഡ് ആയിരുന്നു. എത്ര മനോഹരമായ കാര്യമാണ്! ഒരു ചെറിയ കാര്യമാകാം, പക്ഷെ ആ ചെറിയ കാര്യത്തിലും ഫോക്കസ്ഡ് ആകുവാൻ നമുക്ക് കഴിയണം. ആ പ്രസൻസ് നമുക്ക് വിഭവങ്ങളുടെ സമൃദ്ധിയിലല്ല, ഒത്തിരി ഭക്ഷണങ്ങൾ മേശയിൽ ഒരുക്കി വെക്കുന്നതിലല്ല, ഉള്ളതിൽ സന്തോഷം, ഉള്ളതിൽ ഹൃദ്യമായ ആത്മീക അനുഭവം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുമോ എന്നതാണ് സുപ്രധാനം. നമുക്ക് ക്രിസ്തുവിൻ്റെ കുരിശിനരികിലെ സ്ത്രീകളെ കാണാം. കർത്താവിൻ്റെ സ്നേഹിതന്മാരായ ശിഷ്യന്മാർ, അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവർ ഒക്കെ ഓടിപ്പോയി. ആകെ യോഹന്നാനും കുറച്ച് സ്ത്രീകളും മാത്രമേ ഉള്ളൂ. പക്ഷെ ആ പ്രസൻസിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്, ആ പ്രസൻസിന് പവറുണ്ട്. നമ്മുടെ ചില വാക്കുകൾ, നമ്മൾ നൽകുന്ന ചില സിൻസിയർ കോംപ്ലിമെൻറ്റ്സ്, അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. നമ്മുടെ പേരൻസ്, അപ്പോൾ അവർ വീട്ടിലെ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ അമ്മ അടുക്കളയിൽ ഇങ്ങനെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മക്കൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൻ അവിടെ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളിലും സഹകരിക്കണമെന്ന് ചിലപ്പോഴൊന്നും അവർക്ക് ചിന്തയില്ല. ആ അമ്മ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്ത്രീ ആഗ്രഹിക്കുന്നത് തൻ്റെ ഭർത്താവിൻ്റെ ഒരു സ്നേഹനിർഭരമായ ഒരു പ്രസൻസാണ്. നമ്മുടെ കുട്ടികൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ്, സ്നേഹനിർഭരമായ ഒരു പ്രസൻസ്. നമ്മുടെ പള്ളിയിൽ വിശ്വാസികൾ 1000 പേർ വരണമെന്ന് അച്ഛന് കാണത്തില്ല. പക്ഷെ അച്ഛന് കാണുന്നത് വരുന്ന 10 പേർ നല്ലതുപോലെ ആരാധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും കുമ്പിടുന്നവരുമാകണം. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. 1000 പേര് വന്നിട്ട് നിശബ്ദമായിട്ട് നിൽക്കുന്നതിനേക്കാൾ വരുന്ന 10 പേർ അവരുടെ സാന്നിധ്യം അനുഗ്രഹകരമാക്കുന്നുവെങ്കിൽ അത് ശ്രേഷ്ഠമാണ്. നമ്പറിലല്ല, അത് 100% കൊണ്ടുപോവുക എന്നുള്ളതല്ല. നമ്മുടെ സാന്നിധ്യം അത് എത്ര സാധാരണമായ സാന്നിധ്യമായാലും അത് സ്നേഹനിർഭരമാകണം, അത് അനുഗ്രഹമാകണം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, സ്നേഹനിർഭരമായ ഫലപ്രദമായ സാന്നിധ്യം ആയിത്തീരുവാൻ ഞങ്ങളെ ഒരുക്കേണമേ. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഈ സ്റ്റേജുകൾ ഓരോന്നും നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണ്. നോക്കൂ, കേട്ടു, ഹൃദയത്തിൽ ഉൾക്കൊണ്ടു, മാറുന്നു. ആ മാറുന്നതിൻ്റെ ഘട്ടങ്ങളാണ് ഓരോന്ന് ഓർമ്മിപ്പിച്ചത്. നമുക്ക് കേട്ട കാര്യങ്ങൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാം. ചുമ്മാതെ കേട്ട് തള്ളിക്കളയുകയല്ല, പ്രവൃത്തിയിലേക്ക്. എല്ലായിടങ്ങളിലും പ്രവർത്തിക്കാം, എല്ലായിടങ്ങളിലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി ഇടപെടാം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി വലിയ സാധ്യതകൾ ഉണ്ടാകുന്നു, വലിയ കാര്യങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു 100% പെർഫെക്ഷൻ ഒന്നും ഒക്കത്തില്ല. പക്ഷേ ആ ചെയ്യുന്ന നിമിഷത്തിൽ ഭംഗിയായിട്ട് അല്പമാകാം, പക്ഷെ ആ ചെയ്യുന്നതിൽ പൂർണ്ണ സാന്നിധ്യം, സ്നേഹം ഉണ്ടാകട്ടെ. അത് കഴിയുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്നത്, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും കുറവുകൾ വരും, ബലഹീനതകൾ വരും, മിസ്റ്റേക്സ് ഉണ്ടാകും. പക്ഷേ ഈ മിസ്റ്റേക്കുകൾ നമുക്ക് മാറ്റേണ്ടുന്നതുണ്ട്. ഇന്നത്തെ കൾച്ചറിനെ കുറിച്ച് പറയുന്നത് ക്യാൻസൽ കൾച്ചർ എന്നാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഫോണിൽ എന്തെങ്കിലും ഒരു ആപ്പ്
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 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 വെബ്സൈറ്റ് നമ്മളിങ്ങനെ അങ്ങ് അധികമായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും, ബാക്ക് അടിക്കും. എല്ലാത്തിനും ഒരു ബാക്ക്. പക്ഷേ നമ്മുടെ അനുദിന ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും നമുക്ക് ബാക്ക് അടിക്കാനൊക്കത്തില്ല. ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ വൈഫിനോട് എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചു, ഞാൻ പറയുകയാണ് സോറി എന്ന് പറഞ്ഞാലും അവൾ റിമെമ്പർ ചെയ്യാൻ സാധ്യതയുണ്ട്. എൻ്റെ മക്കളോട് ഞാൻ മോശമായിട്ട് ഇടപെട്ടു, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ പള്ളിയിലുള്ളവരോട്, എൻ്റെ കമ്മിറ്റിയിലുള്ളവരോട് ഞാൻ മോശമായിട്ട് ഇടപെട്ടു, ഞാൻ എന്നിട്ട് പറയുക സോറി സോറി കേട്ടോ എന്ന് പറഞ്ഞാൽ പോലും ദേ ആർ ഹ്യൂമൻ ബീയിങ്സ്, അവർ മനുഷ്യരാണ്, ദേ വിൽ റിമെമ്പർ, അവരത് ഓർക്കും. അപ്പോൾ കേവലം നമ്മൾ അവരോട് സോറി പറഞ്ഞു എന്നതിന് മാത്രമാകുന്നില്ല, നമുക്ക് റിപ്പൻറ്റൻസിലേക്ക് കടന്നു വരേണ്ടതുണ്ട്, കൺഫെഷനിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ കരുണ അതെല്ലാ ദിവസവും പുതുക്കുന്ന കരുണയാണ്, എല്ലാ ദിവസവും മാറ്റമുണ്ടാക്കുന്ന കരുണയാണ്. അതുകൊണ്ട് കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എല്ലാ ദിവസവും അനുദിനം കുരിശെടുക്കുവീൻ. ഡെയിലി ആ ദൗത്യം നാം നിർവഹിക്കേണ്ടതുണ്ട്. പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്ന ഒരു ആശയം 1 Corinthians chapter 15 verse 31, 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിങ്കൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്, ഞാൻ ദിവസേന മരിക്കുന്നു. ദിവസേന എൻ്റെ ഈ പ്രവർത്തനങ്ങളെ ഞാൻ വിലയിരുത്തി കർത്താവിൻ്റെ സന്നിധിയിൽ സബ്മിറ്റ് ചെയ്ത്, കർത്താവേ ക്ഷമിക്കണമേ, പുതുക്കണമേ, നീ എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പൗലോസ് ശ്ലീഹായെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കൂ, നമ്മുടെ പ്രവർത്തികളിൽ പലതരത്തിലുള്ള കുറവുകൾ വരുന്നുണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാലും മനുഷ്യരോട്, ഈ സൃഷ്ടിയോട്, ചുറ്റുപാടുകളോട്, ഈ പ്രകൃതിയോടൊക്കെ നമ്മൾ പലപ്പോഴും ഒഫൻസസ് ചെയ്യുന്നുണ്ട്, കുറവുകൾ ചേരുന്നുണ്ട്. ഇത് ആത്യന്തികമായി ക്ഷമിക്കേണ്ടുന്നത് ദൈവമാണ്. ദൈവസന്നിധിയിൽ നിരന്തരം വിനയാന്വിതരായി പശ്ചാത്താപത്തോടുകൂടി, റിപ്പൻറ്റൻസോടുകൂടി മുന്നോട്ട് പോകേണ്ടുന്നതുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കർത്താവിനും അറിയാം, നമ്മുടെ ഉള്ളിലും തിരിച്ചറിവുണ്ടാകണം. കുറവുകൾ വരും, ബലഹീനതകൾ വരും, പ്രോബ്ലംസ് ഉണ്ടാകും, സ്ട്രഗിൾസ് ഉണ്ടാകും, വീക്ക്നെസ്സസ് ഉണ്ടാകും, ലിമിറ്റേഷൻസ് ഉണ്ടാകും, ഫോൾട്ട്സ് ഉണ്ടാകും. ഈ ഫോൾട്ടുകളെയൊക്കെ മാറ്റാൻ നമുക്ക് കഴിയേണ്ടുന്നത് റിപ്പൻറ്റൻസിൽ കൂടിയാണ്. കർത്താവേ, ദാവീദ് പുത്ര, മഹാഭാവിയായ എന്നോട് കരുണ ചെയ്യണമേ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, സൺ ഓഫ് ഡേവിഡ്, ഹവ് മെഴ്സി അപ്പോൺ മീ എ സിന്നർ. ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ കേട്ട കാര്യങ്ങളെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജുകളിലും നമുക്കുണ്ടാകുന്ന വീക്ക്നെസ്സസിനെ കുറിച്ച് നമ്മൾ വിലയിരുത്തി മാറി ദിവസവും പുതിയ മനുഷ്യരായി തീരുകയുള്ളൂ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ദിവസവും ഈ പുതുക്കപ്പെടലിൻ്റെ അനുഭവത്തിൽ കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നോക്കൂ, യോനായുടെ ജീവിതത്തിലും യോന ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. യോന ഹൃദയത്തിൽ അത് മനസ്സിലാക്കുന്നു. പക്ഷെ മനസ്സിലാക്കിയിട്ട് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ യോനയ്ക്ക് ഒക്കുന്നില്ല. യോന എല്ലാ ഇടങ്ങളിലും ദൈവത്തെ ആരാധിക്കേണ്ടുന്നവനാണ്, പക്ഷെ യോന എല്ലാ ഇടങ്ങളിലും ആരാധിക്കുന്നില്ല. നോക്കൂ, കപ്പലിൽ അതിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുകയാണ്. എല്ലാവരും ദൈവത്തെ വിളിക്കുന്ന സമയത്ത് പോലും യോന വിളിക്കുന്നില്ല. ദൈവത്തിൻ്റെ പ്രവാചകനാണ്. പക്ഷെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ യോന പ്രാർത്ഥിക്കുന്നുണ്ട്. യോനയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അത് വളരെ ഷോർട്ട് വേർഡ്സ് ആണ്. പക്ഷെ ആ ഷോർട്ട് വേർഡ്സ് കൊണ്ട് തന്നെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ആ നിനിവയിലുള്ള എല്ലാവരും പശ്ചാത്തപിച്ച് മാറ്റത്തിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും യോനയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ കേട്ട ഈ വചനങ്ങൾ നമ്മുടെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാം. പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോൾ അത് എല്ലായിടങ്ങളിലും, എല്ലാ മേഖലകളിലും, പോർട്ടിലായിരിക്കുമ്പോഴും, ഷിപ്പിലായിരിക്കുമ്പോഴും, അതിൻ്റെ ഏറ്റവും താഴത്തെ ഡെക്കിലായിരിക്കുമ്പോഴും, മത്സ്യത്തിൻ്റെ വയറ്റിലായിരിക്കുമ്പോഴും, നിനിവയിലായിരിക്കുമ്പോഴും, വൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരിക്കുമ്പോഴും, എല്ലായിടങ്ങളിലും ദൈവത്തിൻ്റെ പൈതൽ സുവിശേഷാധിഷ്ഠിതമായി പ്രവർത്തിക്കേണ്ടുന്നതുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് പോലും വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ പ്രസൻസ് ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സാന്നിധ്യം ഉണ്ടാകട്ടെ. നമ്മൾ എഫിഷ്യൻ്റ് ഒന്നും ആകത്തില്ല.
നമ്മൾ ആരാധിക്കുമ്പോൾ ഇപ്പോൾ 2 hours വർഷിപ്പിൽ നിൽക്കുമ്പോൾ, ആരാധനയിൽ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ സമയവും ഒന്നും ചിലപ്പോൾ ശ്രദ്ധിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഗ്രാജുവലി ആ 2 മിനിറ്റ്സ് ഇങ്ങനെ നമ്മളൊന്ന് വർദ്ധിപ്പിച്ചാൽ, അല്ലെങ്കിൽ 1 മിനിറ്റ് ഫോക്കസ് ചെയ്തു, അടുത്ത മിനിറ്റ് ഫോക്കസ് ചെയ്തു, ശ്രദ്ധിച്ച് കൊണ്ടുവന്നാൽ നമുക്കെല്ലാം ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ സാധാരണ മനുഷ്യരാണ്, അതുകൊണ്ട് തന്നെ ഡെയിലി റിപ്പൻറ്റൻസ് നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, സത്യ അനുതാപത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അങ്ങനെ ദൈവികമായ അനുതാപത്തിൻ്റെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഗ്രേസ് ഉണ്ടാകും, മാറ്റമുണ്ടാകും, വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെ നന്മയുടെ ഭാഗമായി തീരുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദഭാഗം മറന്നു പോകരുത്. സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 11 വേഴ്സ് 15. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ലെറ്റ് എനിവൺ വിത്ത് ഇയേഴ്സ് ലിസൺ. ശ്രദ്ധിക്കാം, ദൈവത്തിൻ്റെ വചനത്തെ ശ്രദ്ധിക്കാം, ദൈവം നമ്മളോട് സംവേദിക്കുന്നത് ശ്രദ്ധിക്കാം, ദൈവത്തിൻ്റെ പദ്ധതികൾ ഈ ലോകത്തിൽ നിർവഹിപ്പാൻ നമുക്ക് തയ്യാറാകാം, അത് പ്രവർത്തിക്കാം. അത് പ്രവർത്തിക്കുമ്പോൾ വരുന്ന വീഴ്ചകളിൽ, കുറവുകളിൽ നമുക്ക് അതിനെക്കുറിച്ച് വിലയിരുത്തി അനുതാപത്തിലേക്ക്, മാറ്റത്തിലേക്ക്, അങ്ങനെ വീണ്ടും വീണ്ടും ദൈവപൈതൽ എന്ന നിലയിൽ വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക്, തെയോസിസിലേക്ക് നമുക്ക് വളർന്നു വരാം. ദൈവം അതിന് നമുക്ക് കൃപ തരട്ടെ. ഈ ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പമായിരിക്കുന്നതിന് ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവസരം നൽകിയ ബഹുമാന്യനായ ഷിനുവച്ചനോടും എബിയച്ചനോടും ഇടവാംഗങ്ങളേവരോടും എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാവരോടുമുള്ള സന്തോഷവും നന്ദിയും ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് മുൻപാകെ ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ പ്രാർത്ഥനകളിൽ ഓർക്കുന്നു. ബലഹീനനായ എന്നെയും പ്രാർത്ഥനകളിൽ, എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ സഭയെയും സെമിനാരിയെയും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പരസ്പരം പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 3 ദിവസക്കാലം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം, കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന വചനത്തെ അടിസ്ഥാനമാക്കി വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു സന്ദേശം ബഹുമാനപ്പെട്ട അച്ഛൻ നമുക്ക് നൽകുകയുണ്ടായി. നമ്മൾ കേട്ട വചനങ്ങളെ എപ്രകാരം നമ്മുടെ പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുമെന്ന് ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മളെ ഓർപ്പിക്കുകയുണ്ടായി. ആ നിനിവ ജനവും അവർ കേട്ട ആ ദൈവത്തിന്റെ വചനത്തിന് അനുസൃതമായിട്ട് തങ്ങളുടെ ജീവിതത്തിൽ അവർ പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹത്തെ പ്രാപിക്കുവാനായിട്ട് ആ ജനത്തിന് സാധിച്ചു. ഈ നോമ്പിന്റെ അനുഭവത്തിൽ ഈ കേട്ട വചനത്തിന് അനുസൃതമായിട്ട് നമ്മുടെ ജീവിതത്തെയും ക്രമീകരിക്കുവാനായിട്ട് നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം നമ്മുടെ ഈ 3 ദിവസത്തെ വചന ശുശ്രൂഷയിലും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഒരു സന്ദേശം ബഹുമാനപ്പെട്ട അച്ഛൻ നമുക്ക് നൽകുകയുണ്ടായി. ബഹുമാനപ്പെട്ട എബി അച്ഛൻ്റെ പേരിലും ഇടവകയുടെ പേരിലുമുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് ബഹുമാനപ്പെട്ട ജോബ് അച്ഛനെ അറിയിക്കുന്ന. അച്ഛൻ ഒത്തിരി സന്തോഷം, ഞങ്ങളുടെ 3 ദിവസം ഈ വചന ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് നല്ല വചനങ്ങളെ പകർന്നു തന്നതിന് വളരെ സന്തോഷം ഈ സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛനെ അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് നിങ്ങളെ ഏവരെയും നന്ദിപൂർവ്വം ഈ സമയത്ത് ഓർക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളിലും ഇതുപോലെ നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യം ഉണ്ടാകണമേ എന്നൊക്കെ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ മീറ്റിംഗ് ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് പിരിയാം. വാർക്കുമോ ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര, ജയമുള്ള സ്ലീബായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള ഉടുതിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ചമയ്ക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, നേരമൊക്കെയിലും എല്ലാ സമയങ്ങളിലും നിന്റെ ദൈവത്വം തിരങ്കയിൽ എന്നേക്കും ഞങ്ങളെ എല്ലാവരെയും മറച്ചുകൊള്ളണമേ. ആമീൻ. ആശീർവാദം. ബറക്കുമോർ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതൻ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും ദൈവമായ കർത്താവെ ഞങ്ങളെല്ലാവരോടുകൂടെയും ഇടവകയോടും പരിശുദ്ധ സഭയോടും ദേശത്തോടും ഞങ്ങളുടെ ബന്ധുക്കളോടും പ്രിയപ്പെട്ടവരോടും വാങ്ങിപ്പോയവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. താങ്ക് യു അച്ഛൻ.